രാവിലെ 10 മണിയാകുമ്പോഴേക്കും വടക്കാഞ്ചേരി പാലസ് റോഡിലൂടെ KRR 0309 എന്ന നമ്പറിലുള്ള കറുത്ത അംബാസിഡർ കാർ വടക്കാഞ്ചേരി സർക്കാർ ഉദ്യോഗസ്ഥ സഹകരണ സംഘം ബാങ്കിൻ്റെ മുന്നിലെത്തും. ബാങ്കിൻ്റെ മുറ്റത്ത് പതുക്കെ കാർ വന്നു നിൽക്കും. ബാങ്കിലെ സെക്രട്ടറി സുശീൽ കുമാറിൻ്റെയാണ് ഈ കാർ. വർഷങ്ങളായി സുശീൽ കുമാർ വന്നു പോകുന്നത് ഇതേ അംബാസിഡർ കാറിലാണ്. ഒരു അംബാസിഡർ കാർ സ്വന്തമാക്കുക എന്ന ആഗ്രഹം മനസ്സിൽ കുറിച്ചിട്ട് കാത്തിരിക്കുന്നതിനിടയിലാണ് പിതാവ് ഗുരുവായൂരിൽ നിന്ന് കാർ വാങ്ങി സുശീൽ കുമാറിന് നൽകിയത്. അന്നു മുതൽ വീട്ടിലെ ഒരു അംഗത്തെപ്പോലെയാണ് ഈ അംബാസിഡർ കാർ. തൻ്റെ അംബാസിഡർ കാറിനെ കുറിച്ച് പറയുമ്പോൾ സുശീൽ കുമാറിന് 100 നാവാണ്. ഈ കാറ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 25 വർഷമായി ഇപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ വെച്ചിട്ടുള്ളത്. 25 വർഷം മുമ്പ് ഒരു ഗുരുവായൂരിന്ന് ഇതിന് വാഹനം വാങ്ങാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത്, ഒരു അംബാസിഡർ കാർ എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത്, അംബാസിഡർ തന്നെ എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ നിർത്തിപ്പോയിരുന്നു. പിന്നെ ഒരു 25 കൊല്ലം മുമ്പ് പ്രൊഡക്ഷൻ നിർത്തിയ പോലെ ഗ്രാൻഡ് എന്ന് പറഞ്ഞ ടൈപ്പിൽ ആ സമയത്ത് ഇറങ്ങിയിരുന്നു. പക്ഷെ നമുക്കൊരു ക്ലാസിക് അംബാസിഡർ തന്നെ വേണമെന്നുള്ളതുകൊണ്ട് ഒരു ഉപയോഗിച്ച വണ്ടികൾ അതിലേക്കാണ് അന്വേഷണം പോയിട്ടുള്ളത്. അങ്ങനെ ഗുരുവായൂരിൽ നിന്നാണ് ഈ വണ്ടി എനിക്ക് എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ വണ്ടികളൊക്കെ വാഹനമൊക്കെ അന്വേഷിക്കുമ്പോൾ അംബാസിഡറിൻ്റെ ഒരു പ്രധാന പ്രത്യേകത അതിൻ്റെ ഒരു ബോഡി ഷേപ്പാണ്. അതിപ്പോൾ ഇന്ന കാരണങ്ങൾ കൊണ്ടൊന്നും കൃത്യമായിട്ടൊന്നും പറയാൻ നമുക്ക് കഴിയില്ല, എന്തുകൊണ്ടാണ് ആ ബോഡി ഷേപ്പ് വരുന്നത് എന്നുള്ളത്. അതിന് കുറേ ഘടകങ്ങളുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ ഷോൾഡർ ലൈൻ ആവാം, ഒരുപക്ഷെ ഡിക്കിയുടെ അതിൻ്റെ ഒരു ഭംഗിയായിരിക്കാം, പിന്നെ അതുപോലെ തന്നെ മഡ് ഗാർഡിൻ്റെ ഒരു ഷേപ്പായിരിക്കാം. ഇങ്ങനെല്ലാം കൊണ്ടും മറ്റേ ബോഡി ഷേപ്പുള്ളൊരു വണ്ടി കിട്ടുക എന്നുള്ളതും വളരെ അപൂർവമാണ്. എന്തോ ഭാഗ്യത്തിന് അങ്ങനെ ഒരു വണ്ടി എനിക്ക് ലഭിച്ചു. എൻ്റെ ഒഫീഷ്യൽ യാത്രകളായാലും അതുപോലെ തന്നെ ഫ്രണ്ട്സിനോടോ ഫാമിലിയോടോ ഒക്കെയുള്ള പിക്നിക്കുകളായാൽ പോലും, ചെറിയ ചെറിയ പിക്നിക്കുകളായാൽ പോലും ഈ വണ്ടി എപ്പോഴും ഒരു സജീവ സാന്നിധ്യമായിട്ട് കൂടെ ഉണ്ടാവാറുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അംബാസിഡർ എന്നുള്ള ഒരു ചോദ്യമാണ് ഇനി വരുന്നത്. അംബാസിഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ട് ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ്. പിന്നെ ഇതിനേക്കാൾ നമുക്ക് ഇഷ്ടപ്പെട്ട വണ്ടികളൊക്കെ ഇല്ലെന്ന് ചോദിച്ചാൽ അതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമുക്കൊക്കെ നമ്മുടെയൊക്കെ ഒരു ബഡ്ജറ്റിനുള്ളിൽ നിൽക്കാവുന്ന ഒരു ക്ലാസിക് വണ്ടി എന്നുള്ള നിലയിൽ അംബാസിഡർ എക്കാലത്തും ഒരു എവർഗ്രീൻ വാഹനമായിട്ടാണ് ഞാനതിനെ നോക്കിക്കാണുന്നത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ഇതിനൊരു അംഗീകാരം കൊടുത്തിട്ടുണ്ട് അംബാസിഡറിന്. അതായത് ഏറ്റവും മികച്ച വാഹന ഡിസൈനിനുള്ള ഒരു അംഗീകാരം യുണൈറ്റഡ് നേഷൻസ് ഇതിന് കൊടുത്തിരുന്നു. ആ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൊണ്ട് വാങ്ങിച്ചതല്ല, അതൊക്കെ പിന്നീടുണ്ടായ കാര്യങ്ങളാണ്. പിന്നെ ഇതിലത്തെ ഒരു ജേണി കംഫർട്ട് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമുക്ക് എത്ര പ്രീമിയം വണ്ടികളിൽ ഇരുന്നാലും കിട്ടുന്ന ഒരു സുഖം, ആ ഒരു ബാക്ക് സീറ്റായാലും ഫ്രണ്ട് സീറ്റായാലും ആ ഒരു കംഫർട്ട് ഈ വണ്ടിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. കേരളത്തിൽ അപൂർവമായി ചിലർ മാത്രമാണ് ഇപ്പോൾ അംബാസിഡർ കാർ ഉപയോഗിക്കുന്നത്. അതിൽ ഒരാൾ സുശീൽ കുമാറാണ്. പിതാവ് താലൂക്ക് സപ്ലൈ ഓഫീസറായിരുന്ന RM സുകുമാരനും അസിസ്റ്റന്റ് ഡെപ്യൂട്ടി തഹസിൽദാരായിരുന്ന അമ്മ സരളയും ഭാര്യ രജനിയും മകൾ പാർവതിയുമൊക്കെയായി യാത്ര ചെയ്യുന്നതും ഇതേ അംബാസിഡർ കാറിലാണ്. മറ്റ് ഏത് വാഹനങ്ങളിൽ യാത്ര ചെയ്താലും അംബാസിഡർ കാറിൽ യാത്ര ചെയ്യുന്ന സുഖം ഉണ്ടാവില്ലെന്നാണ് സുശീൽ കുമാർ പറയുന്നത്. ഇപ്പോൾ പ്രായം കൂടുതലുള്ള ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ, എൻ്റെ പാരൻസൊക്കെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. ഈ വണ്ടി നിലനിർത്താനുള്ള ഒരു കാരണം, പ്രധാനപ്പെട്ട ഒരു കാരണം അത് തന്നെയാണ്. ഇപ്പോൾ അവർക്കൊക്കെ ബാക്ക് സീറ്റിൽ വളരെ
തൈ സപ്പോർട്ടോട് കൂടി വളരെ ഫ്രീ ആയിട്ട് സ്പേഷ്യസ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഈ വണ്ടിക്ക് സീറ്റിംഗ് പൊസിഷൻസിന് എല്ലാത്തിനും ഉണ്ട്. പിന്നെ ഒരു പ്രധാന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റോഡ് വിസിബിലിറ്റിയാണ്. ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റോഡ് നമുക്ക് വളരെ വിശാലമായിട്ട് നമുക്ക് എല്ലാ സൈഡും വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സീറ്റിൻ്റെ പൊസിഷൻ്റെ ഹൈറ്റ് അതൊക്കെ ഒരു പ്രീമിയം SUV-യുടെ ആ ഒരു റേഞ്ചിലാണ് അതിൻ്റെ സീറ്റിൻ്റെയൊക്കെ ഹൈറ്റ് പൊസിഷൻ വന്നിട്ടുള്ളത്. അതുകൊണ്ടൊരു കംഫർട്ടാണ്, യാത്ര വളരെ കംഫർട്ടാണ്. ഇത്രയും ഒരു യാത്രാസുഖം കിട്ടുന്ന വണ്ടി. എനിക്ക് വേറൊരു വണ്ടി മുമ്പ് ഉണ്ടായിരുന്നു, ഒരു മാരുതിയുടെ ഒരു എസ്റ്റീം ഉണ്ടായിരുന്നു. ആ വണ്ടി ഞാൻ ഉപേക്ഷിച്ചു. അപ്പോൾ ഈ വണ്ടിയും അതിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഈ വണ്ടി നിലനിർത്താനാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ വാഹനം എനിക്ക് സമ്മാനിച്ചത് അച്ഛൻ വാങ്ങി തന്ന വണ്ടിയാണിത്. അപ്പോൾ അച്ഛൻ വണ്ടി ഓടിക്കൊന്നുമില്ല, ഡ്രൈവിംഗ് ഒന്നും അറിയില്ല. പക്ഷേ ഈ വണ്ടി വാങ്ങി ഉപയോഗിക്കാനായിട്ട് സമ്മാനിച്ചത് അച്ഛനാണ്. അച്ഛനിപ്പോൾ 83 വയസ്സായിട്ടുണ്ട്. അച്ഛൻ സർവീസിലുണ്ടായിരുന്നു. ഇപ്പോൾ അന്നും എന്താണെന്ന് വെച്ചാൽ ഞാൻ ആലോചിക്കുന്നൊരു കാര്യം, അച്ഛൻ കുറേ കൂടി കാലത്തിന് മുമ്പേ ചിന്തിച്ച ഒരാളായിരുന്നു. ക്ലാസിക് വാഹനങ്ങളുടെ ഒരു പ്രത്യേകത അന്ന് തന്നെ അച്ഛൻ മനസ്സിലാക്കിയിരുന്നു എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. പിന്നെ ഈ വണ്ടി നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഇതുവരെയായിട്ടും എനിക്ക് ഒരു അപകടം, സീരിയസ് ആയിട്ടുള്ളൊരു അപകടങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഇതുവരെയായിട്ടും ഈ ദിവസം വരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതും പ്രത്യേകം ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കാലത്ത് ഇന്ത്യൻ നിരത്തുകളെ അടക്കി ഭരിച്ചിരുന്ന കാറായിരുന്നു അംബാസഡർ കാർ. ഇന്ന് അത്യപൂർവമായി മാത്രമേ റോഡുകളിൽ അംബാസഡർ കാറുകളെ കാണാൻ കഴിയൂ. രാഷ്ട്രപതി മുതൽ ഇന്ത്യയിലെ എല്ലാ ഭരണാധിപന്മാരും യാത്രയ്ക്കായി ആശ്രയിച്ചിരുന്നത് ഈ കാറിനെയാണ്. നിരവധി ചരിത്ര പുരുഷന്മാരെ പേറി നടന്ന വാഹനമാണ് അംബാസഡർ കാർ. ബ്രിട്ടീഷ് വാഹന നിർമ്മാണ കമ്പനി പുറത്തിറക്കിയ മോറിസ് മൈനർ എന്ന കാറിൻ്റെ മാതൃക കടമെടുത്തുകൊണ്ടാണ് 1957 ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അംബാസഡർ എന്ന ക്ലാസിക് കാറിന് രൂപം നൽകിയത്. അരനൂറ്റാണ്ടിലേറെ കാലം ഇത് ഇന്ത്യൻ നിരത്തുകളെ അടക്കിവാണു. പുതുതലമുറ വാഹനങ്ങളുടെ മത്സരത്തിൽ പിടിച്ചു നിൽക്കാനാകാതെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അംബാസഡർ കാറിൻ്റെ നിർമ്മാണം 2014 അവസാനിപ്പിച്ചു. തലപ്പിള്ളി താലൂക്കിലെ വടക്കാഞ്ചേരിക്കടുത്ത് പാർലിക്കാട് താമസിക്കുന്ന സുശീൽ കുമാർ അത്യപൂർവമായി അവശേഷിക്കുന്ന ഈ അംബാസഡർ കാറുകളിൽ ഒന്നിൻ്റെ ഉടമയാണ്.